സ്വർണ്ണക്കടത്തിൽ ശശി തരൂരിന്റെ പി.എ. ശിവകുമാർ പ്രസാദ് അടക്കം 2 പേർ പിടിയിൽ. ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് ആണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്നും 500 ഗ്രാം സ്വർണം പിടികൂടിയെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ സഖ്യകക്ഷികളിലെ CPM-ഉം കോൺഗ്രസും കള്ളക്കടത്തുകാരുടെ സംഘമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടാവുമ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ച പ്രതിച്ഛായ ഇടിയൽ വളരെ വലിയൊരു പ്രശ്നമായി തന്നെ തുടരും. കാരണം തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ PA അടങ്ങുന്ന സംഘത്തിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു സംഭവം മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെയും അത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് ആണ് ഇവരെ പിടികൂടുന്നത്. ഇവരിൽ നിന്നും 500 ഗ്രാം സ്വർണം പിടികൂടിയെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ സഖ്യകക്ഷിയിലെ CPM-ഉം കോൺഗ്രസും കള്ളക്കടത്തുകാരുടെ സംഘമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഇന്നിപ്പോൾ രാവിലെയാണ് ശശി തരൂരിന്റെ PA ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 500 കിലോഗ്രാം സ്വർണവുമായിട്ടാണ് ഇയാൾ പിടിയിലായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇദ്ദേഹത്തിനൊപ്പം മറ്റ് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ശിവകുമാർ പ്രസാദ് എന്നയാൾ ശശി തരൂരിന്റെ ഡൽഹിയിലെ ഉൾപ്പെടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന PA പോസ്റ്റിൽ ഉള്ള ഒരു വ്യക്തിയാണ്. ഇക്കാര്യം ശശി തരൂരിന് തന്നെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ PA ആണിപ്പോൾ ഈ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദേശീയ വാർത്താ ഏജൻസിയാണ് ആദ്യം ഈ കാര്യം സ്ഥിരീകരിച്ചത്. എന്തായാലും BJP ഇപ്പോൾ ഇതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണമാണ് ആദ്യം വന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PA-യും അതോടൊപ്പം പിണറായി വിജയന്റെ ഓഫീസും ഒക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പെടുകയും മുഖ്യമന്ത്രിയുടെ PA ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവിന്റെ PA-യും സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലാകുന്നത്. ഇടത് വലത് മുന്നണികൾ സ്വർണ്ണക്കടത്തിൽ പിടിമുറുക്കുന്ന ഒരു സമയമാണ്. കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തിൽ ഇടത് സർക്കാരിന്റെ പങ്ക് നമ്മൾ വിശദമായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചർച്ച ചെയ്ത് വരുന്ന ഈ അവസരത്തിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു നേതാവിന്റെ PA അടക്കം 2 പേർ പിടിയിലായിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന് വ്യക്തമായ ഒരു മറുപടി പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ശശി തരൂർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയേണ്ട ഒരു സാഹചര്യമില്ലേ? ദേവിക, സ്വാഭാവികമായും കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണി തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ ഇവരെല്ലാം ഒരേ സഖ്യകക്ഷിയാണ്, ഒരേ മുന്നണിയാണ് എന്നത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നതും ഇത് തന്നെയാണ്. അതായത് ഇന്ത്യ മുന്നണി നേതാക്കളെല്ലാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരാണ് എന്ന വിമർശനമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ട്വിറ്ററിൽ നവമാധ്യമങ്ങളിലൂടെ വിമർശനം നടത്തിയിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാകുകയും ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. ഇത് കൂടാതെ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ PA സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് കസ്റ്റംസിന്റെ പിടിയിലാകുന്നു. സ്വാഭാവികമായും ഈ ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന INDA മുന്നണി നേതാക്കളുടെ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധമാണ് പുറത്തു വരുന്നത് എന്ന വിമർശനം BJP ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് നേതാക്കളോ മറ്റ് ഇടത് നേതാക്കളോ ഒന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. BJP കടന്നാക്രമിച്ച് രംഗത്തെത്തുമ്പോഴും മറ്റ് ആളുകൾ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ മൗനം പാലിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവിക, തരൂരിന്റെ PA അടക്കമുള്ള 2 പേർ പിടിയിലായി എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ സ്വാധീനം ഇതിൽ ഉണ്ടായി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുമല്ലേ? ദേവിക, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ അറസ്റ്റിലായിട്ടുള്ള ശിവശങ്കർ പ്രസാദ് സ്വാഭാവികമായും ശശി തരൂരുമായി വർഷങ്ങളായി ബന്ധമുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം വർഷങ്ങളായി ശശി തരൂരിന്റെ PA സ്ഥാനത്ത് ജോലി
ഓഫീസ് കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള PA ആണ് ഇപ്പോൾ നേരിട്ട് കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾക്കൊപ്പം മറ്റു രണ്ടുപേരെ കൂടി പിടികൂടിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 500 കിലോഗ്രാം സ്വർണം നേരിട്ട് എയർപോർട്ട് വഴി കടത്തുന്നതിനിടയിലാണ് ഈ ശശി തരൂരിന്റെ PA പിടിയിലായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഒരുപക്ഷെ വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിശദീകരണമോ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ദേശീയ വാർത്താ ഏജൻസികളാണ് ആദ്യം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണം അവസാനിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്രത്തോളം വലിയൊരു വിവാദം ഇപ്പോൾ INDA മുന്നണിയെ വേട്ടയാടുന്നത്. ശശി തരൂർ ഈ ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞേ സാധിക്കുകയുള്ളൂ. ഇതിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 2 കൂട്ടാളികളാണ് പിടിയിലായിരിക്കുന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിലുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമുണ്ട് എന്നവർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇന്ത്യ സഖ്യകക്ഷികളിലെ നേതാക്കളുടെ ഇത്തരം കേസുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന മദ്യനയ അഴിമതി ഉൾപ്പെടെയുള്ള കേസുകൾ വളരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ പിഴവുകളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമായി തന്നെ, അല്ലെങ്കിൽ ഒരു സാഹചര്യമായി തന്നെ കാണേണ്ടതില്ലേ? ദേവിക, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ രണ്ടാം മദ്യനയ അഴിമതി എന്ന രീതിയിൽ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ഇപ്പോൾ ഇടതു മുന്നണിയെ അവിടെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ അടുത്ത അനുയായിയും PAയുമായിട്ടുള്ള വ്യക്തിയെ കസ്റ്റംസ് തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. ഒരുപക്ഷെ സ്ഥിരമായി ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതിന്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ റഡാറിലാക്കിയ കസ്റ്റംസ് ഇന്ന് പിടികൂടിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് ആദ്യമായല്ല, മറിച്ച് തുടർച്ചയായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഈ ശശി തരൂരിന്റെ PA ഏർപ്പെട്ടിരുന്നു എന്ന് കസ്റ്റംസിന്റെ ചില ആളുകൾ വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും കോൺഗ്രസിനും ശശി തരൂരിനും ഒപ്പം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കും ഒക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണം ഇന്നിപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. വൈകുന്നേരം 5 മണിക്കാണ് ഈ നിർണായക തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന, ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്ത ആദ്യം ഒരു ദേശീയ വാർത്താ ഏജൻസി തന്നെ പുറത്തുവിടുന്നത്. എന്തായാലും ശശി തരൂർ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തരൂരുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ ആരോപണമല്ല. നേരത്തെ ഒരു മീറ്റു ആരോപണം ശശി തരൂരിനെതിരെ ഉയർത്തിയിരുന്നു. ശശി തരൂരിനെതിരെ മീറ്റു ആരോപണം വരുന്നതും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നതിന് മുൻപ് തന്നെ ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലാണ് ശശി തരൂരിനെതിരെ ഒരു സ്ത്രീ തന്നോട് മോശമായി ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് പെരുമാറി എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട്, മീറ്റു ആരോപണം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത്. അന്നും ശശി തരൂർ അതിനോട് കാര്യമായി പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഗുരുതരമായ ആരോപണം ശശി തരൂരിനെതിരെ ഉയരുന്നു. PA സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു. നമുക്കറിയാം, ശശി തരൂർ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ ഒരു മുഖമാണ്. കേരളത്തിലെ ഒരു പ്രാദേശിക നേതാവോ അല്ലെങ്കിൽ സംസ്ഥാന നേതാവോ അല്ല, മറിച്ച് രണ്ടാം UPA സർക്കാരിൽ മന്ത്രിയായിരുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖമായി നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ശശി തരൂരിന്റെ PA ആണിപ്പോൾ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തന്നെ കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ സംഭവ വികാസം ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ ഇന്ന് ഈ സമയം വരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ദേവിക, ശരി, സമഗ്രമായ റിപ്പോർട്ടുമായി ടെലിഫോൺ ലൈനിൽ ചേരുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.